വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ മുജാദിലയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദ്യത്തെ 5 ആയത്താണ് ഇതുവരെ പഠിച്ചത്. ഈ 5 ആയത്തിൻ്റെ വിഷയം പിന്നെ നമുക്കറിയാവുന്ന പോലെ കൗല ബിൻത് സാലബ എന്ന് പറഞ്ഞ സഹാബി വനിതയുമായി ബന്ധപ്പെട്ട് അവരെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയുകയും പിന്നെ ആ പരാതിക്ക് മറുപടിയായിട്ട് അള്ളാഹു ഇറക്കിയ ആയത്തുകളാണ് ആദ്യത്തെ 5 ആയത്തിൽ. അപ്പോൾ അതിൽ നമ്മളെ മനസ്സിലുണ്ടാകേണ്ട ഒരു വിഷയം, അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത്, ഒന്ന്, ഒരു സ്ത്രീ പരാതി പറയുമ്പം അള്ളാഹു അത് കേട്ടു എന്നുള്ളതും അതിൽ പിന്നെ അള്ളാഹു നിരന്തരം ആ ആയത്തുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം പിന്നെ അള്ളാഹു കേൾക്കുന്നവനാണ് എന്നാണ്. അള്ളാഹു അൽ സമീ ആണ് എന്നുള്ളത് നിരന്തരം ആ ആയത്തുകളിൽ ആവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഖുർആൻ്റെ ഒരു ശൈലിയാണത്. ഖുർആൻ പിന്നെ പല വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോഴും ആ വിഷയങ്ങളിലൂടെ പരിചയപ്പെടുന്നതും നമുക്ക് തരുന്ന അറിവും അള്ളാഹിനെ കുറിച്ചാണ്. അപ്പം അള്ളാഹു അടുത്തുണ്ട്, അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ വളരെ അടുത്താണ്, അള്ളാഹു കേൾക്കുന്നവനാണ് എന്നതായിരുന്നു ആ ആയത്തുകളുടെ ഒരു പ്രധാന വിഷയം. ഇനിയുള്ള 2 ആയത്തുകൾ ആ വിഷയത്തെ ഒന്നും കൂടി അള്ളാഹു സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കുന്ന 2 ആയത്താണ്. ഇത് കഴിഞ്ഞിട്ട് ഈ സൂറത്ത് മറ്റൊരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ തുടക്കത്തിലെ വിഷയവും ഇനി വരാൻ പോകുന്ന വിഷയത്തിൻ്റെ ഇടയിൽ അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു നമ്മൾ പറയുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒക്കെ കേൾക്കുന്നവനാണ് എന്ന് സ്ട്രെസ് ചെയ്യുന്ന ഒരു വിഷയമാണ് അടുത്ത 2 ആയത്തുകളിൽ പറയുന്നത്. ആയത്ത് നോക്കിയാൽ 6-ാമത്തെ ആയത്ത്, സൂറ മുജാദിലെ 6-ാമത്തെ ആയത്ത്, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ. അപ്പോൾ യൗമ എന്ന് പറഞ്ഞാൽ ആ ദിവസം, ഒരു ദിവസം, യബ്അസുഹുമുല്ലാഹു ജമീഅ, അവരെ എല്ലാം അള്ളാഹു എന്ത് ചെയ്യും, ഒരുമിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ആ ദിവസം ഏതാണ് എന്നുള്ളത് ഇത് ഖുറാന്റെ മറ്റൊരു ശൈലിയാണ്. ഓൾറെഡി ഖുറാന്റെ വിഷയം നമുക്ക് പരിചയമാണ് എന്ന ശൈലിയിലാണ് അള്ളാഹു പല ആയത്തുകളും പറയാം. അതായത് അള്ളാഹിനോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് അള്ളാഹു ആ വർത്താനം കണ്ടിന്യൂ ചെയ്യുന്ന പോലെയാണ്. അല്ലെങ്കിൽ ഇവിടെ ഇത് ഖിയാമത്ത് നാളാണ്, മഹ്ശറയാണ് എന്നൊക്കെ പറഞ്ഞ് ആമുഖം പറയണമായിരുന്നു. അള്ളാഹു ഒന്നും പറയുന്നില്ല, യൗമ എന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. യൗമ, ഒരു ദിവസം, യബ്അസുഹുമുല്ലാഹു ജമീഅ, അവരെ എല്ലാം അള്ളാഹു എന്ത് ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പിക്കും. ഫയുനബ്ബിഉഹും ബിമാ അമിലു, അള്ളാഹു എന്ത് ചെയ്യും, നബ എന്ന് പറഞ്ഞാൽ വാർത്തയാണ്, ഇൻഫർമേഷൻ, വിവരം ഒക്കെയാണ്, വിവരണം ഒക്കെയാണ്. അപ്പോൾ ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് അള്ളാഹ് എന്ത് ചെയ്യും, അവർക്ക് പറഞ്ഞു കൊടുക്കും ആ ദിവസം. അഹ്സാഹുല്ലാഹു വനസൂഹ്, അഹ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാക്കലാണ്. ഖുറാനിലെ അദ്ദദ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പദം ഉപയോഗിക്കുന്നത്. അഹ്സ എന്ന് പറയുന്നത് കുറെ കൂടെ കൃത്യമായിട്ട് ഒരു സാധനത്തിനെ കണക്കാക്കുന്നതിനെയാണ് അഹ്സ എന്ന് പറയുക. അഹ്സാഹുല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യുന്നു, അള്ളാഹു തിട്ടപ്പെടുത്തുകയും, വനസൂഹ്, അവരെന്ത് ചെയ്യും, നസിയ എന്ന് പറഞ്ഞാൽ എന്താണ്, മറക്കുക, അവരെന്ത് ചെയ്യുന്നു, അത് മറന്നുപോവുകയും ചെയ്യുന്നു. അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളും കണക്കാക്കി വെക്കുന്നുണ്ട്, പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അത് മറന്നു പോകുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാ കാര്യത്തിനും, എല്ലാ സ്ഥലത്തും, എല്ലാ കാര്യത്തിനും എന്താണ്, കാര്യത്തിനും ഷഹീദാണ്. ഇത് അള്ളാഹിന്റെ മറ്റൊരു നാമമാണ്, അൽ ഷഹീദ് എന്ന് പറയുന്നത്. ഷഹീദ് എന്ന് പറഞ്ഞാൽ പിന്നെ സാക്ഷ്യം വഹിക്കലാണ്. എന്താണ് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാക്ഷിയാകുക എന്ന് പറയുന്നത് ഒരു കാര്യത്തെ നേരിട്ട് വിറ്റ്നസ് ചെയ്യുന്നതിനെയാണ് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളിലെയും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അള്ളാഹു സാക്ഷിയാണ് എന്നുള്ളത് അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തുന്ന ഒരു സവിശേഷതയാണ്. ഇതാണ് 6-ാമത്തെ ആയത്ത്. 7-ാമത്തെ ആയത്തിൽ അതിനെ ഒന്നും കൂടി അള്ളാഹു വിവരിക്കുകയാണ്. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അപ്പോൾ കഴിഞ്ഞ ആയത്തിൽ 3rd പേഴ്സണെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 3rd പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 പേര് സംസാരിക്കുമ്പോൾ ഒരാൾ വേറൊരാളെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചാണ്. ഇത് അള്ളാഹു കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അവർ എന്നാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ എന്ത് ചെയ്യും,
അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പറയുന്നത്. ഇനി 7ാമത്തെ ആയത്തിൽ പെട്ടെന്ന് അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ്, സെക്കൻഡ് പേഴ്സണോട്. അലം തറ, നീ കാണുന്നില്ലേ, അന്നല്ലാഹ യഅലമു മാഫിസ് സമാവാതി വ മാഫിൽ അർള്, അള്ളാഹ്ക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാം അറിയാം എന്ന് നിനക്കറിയില്ലേ, നീ കാണുന്നില്ലേ എന്ന് പറയാം. ഇത് ഖുർആന്റെ വേറെ ശൈലിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും, 3 പേർ തമ്മിൽ യാതൊരു രഹസ്യ സംഭാഷണവും അവൻ 4ാമനായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ 3 ആൾക്കാർ ഇരുന്നിട്ട് രഹസ്യം എന്ന് അവർക്ക് തോന്നുന്ന ഒരു കാര്യം രഹസ്യമായിട്ട് വളരെ മെല്ലെ സംസാരിക്കുമ്പം 4ാമനായിക്കൊണ്ടല്ല അള്ളാഹു ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്കത് സംസാരിക്കാൻ കഴിയില്ല. വലാ ഹംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും, 5 പേര് അവൻ 6ാമനായിക്കൊണ്ടല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, 5 പേർക്ക് രഹസ്യം സംസാരിക്കാൻ കഴിയുകയില്ല. വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ എന്ന് പറഞ്ഞാൽ അതിൽ കുറവോ കൂടുതലോ ആൾക്കാർ രഹസ്യ സംഭാഷണം നടത്തിക്കോട്ടെ, അള്ളാഹു എന്താണ്, അത് അൽ ഷഹീദ്, അള്ളാഹു സാക്ഷിയാണ് എന്നതിനെ അള്ളാഹ് എന്ത് ചെയ്യാണ്, കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ വിവരിച്ചു തരികയാണ്. എന്നിട്ട് അള്ളാഹു ഒരു പ്രയോഗം പ്രയോഗിക്കുന്നത് ഹുവ മാഹും ഐനമാ കാനു എന്നാണ്. ഹുവ മാഹും ഐനമാ കാനു, അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പമുണ്ട് എന്നാണ്. അവൻ എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറയുന്നത് വേറെ കുറെ നമ്മളോട് മൊത്തത്തിലുള്ള പ്രയോഗമാണ്. നമ്മൾ എവിടെയായിരുന്നാലും അള്ളാഹു എന്തുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു, പിന്നെയും 6ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അള്ളാഹ് എന്ത് ചെയ്യും, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അവർക്ക് തന്നെ എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കും. യൗമൽ ഖിയാമ, ആ ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എന്താണ്, എല്ലാ കാര്യവും അറിയുന്നവനാണ്. അപ്പൊ അള്ളാഹിന്റെ 2ാമത്തെ നാമമാണ് അൽ അലീം എന്നുള്ളത്. ഇപ്പൊ ഈ 6-7 ആയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൂറത്ത് നിങ്ങൾ മൊത്തത്തിൽ ഒരു സൂറത്തിന്റെ സ്ട്രക്ചർ നമ്മുടെ മനസ്സിൽ വേണം. ആദ്യം പറഞ്ഞ വിഷയം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട, അവളെ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇനി ഇതിന് ശേഷം വേറൊരു വിഷയം പറയാൻ പോകുന്നത് ഖുർആന്റെ ശൈലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അതിനിടയിൽ അള്ളാഹു പരലോകത്തെ ഒരു രംഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. ഇത് ഖുർആന്റെ ശൈലിയാണ്. നിങ്ങൾക്ക് വേറെ സാധാരണ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് ഈ ശൈലി കിട്ടൂല. ഒരു ഗ്രന്ഥം ആയിരുന്നു നമ്മൾ വായിക്കുകയെങ്കിൽ ആ വിഷയം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യാം. അള്ളാഹു എന്ത് ചെയ്യാണ്, ഭൂമിയിൽ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാണ്, അള്ളാഹിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരലോകത്തിലേക്ക് എന്താണ് നമ്മളെ കൊണ്ടുപോവാണ്. ഈ 2 ആയത്തിന്റെ ചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അള്ളാഹു അൽ അലീമും അൽ ഷഹീദുമാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലായിടത്തും സാക്ഷിയായിട്ട് ഉള്ളവനുമാണ്. എല്ലായിടത്തും അവന്റെ സാന്നിധ്യമുണ്ട്. ഇംഗ്ലീഷിൽ ഇതിന് പിന്നെ ഒമ്നി പ്രസൻസ് എന്ന് പറയും. ഒമ്നി പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടാകുക. ഒമ്നിഷിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ടാകുക. ഇത് ദൈവത്തെക്കുറിച്ച് സാധാരണ പറയുന്ന കാര്യങ്ങളാണ്. ഒമ്നി പ്രസൻസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടാകുക. ഒമ്നിഷിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ചും അറിയുക. പിന്നെ പറയുന്ന ഒരു വാക്കാണ് ഒമ്നിപൊട്ടൻസ്. ഒമ്നിപൊട്ടൻസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കഴിയുന്നവൻ എന്നാണ്. ഇതിൽ 2 അള്ളാന്റെ ഇതാണ്, എല്ലാം അറിയുന്നവനും എല്ലായിടത്തും ഉള്ളവനും. എന്നിട്ട് അതിനെ വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ആയത്തിൽ ഒരു ഉദാഹരണം പറയാണ്. എന്താണ്, 2 പേര് തമ്മിൽ രഹസ്യം പറയുമ്പോൾ അള്ളാഹ് എന്തുണ്ട്, അവരുടെ കൂടെ ഉണ്ട്. എന്നിട്ട് എന്തിനാണ് അള്ളാഹു ഇത് പറയുന്നത് എന്നതാണ് ഈ ആയത്തിലെ 3ാമത്തെ വിഷയം. അതെന്താണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മറന്നുപോയാലും അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്കാക്കുന്നുണ്ട്. മറ്റൊരു നാളിൽ നമ്മൾ മരണപ്പെട്ടിട്ട് അള്ളാഹിന്റെ അടുത്തെത്തുമ്പം അള്ളാഹു ഇതൊക്കെ പറഞ്ഞു തരികയും ചെയ്യും എന്നുള്ളതാണ്. ഈ ആയത്തുകൾ നമ്മൾ വായിക്കുമ്പം സാധാരണ ഒരു ജന്മം കൊണ്ട് മുസ്ലിമായ ആള് ഇത് കേൾക്കുമ്പം ഇതൊക്കെ നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്ന സംഭവമല്ലേ എന്നൊരു രീതി. കാരണം അള്ളാഹ്ക്കെല്ലാം അറിയാം, അള്ളാഹ് എല്ലായിടത്തും ഉണ്ട്. ശരിയാണല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ നമ്മളെ കുറിച്ച് തന്നെ ആലോചിച്ചാൽ ഇത് ഇസ്ലാമിന്റെ ബേസാണ്. ഈ സാധനം നമ്മുടെ മനസ്സിൽ ഇറങ്ങാത്തതിന്റെ പ്രശ്നമാണ് നമ്മുടെ മുസ്ലിം ജീവിതത്തിലെ നമ്മുടെ നമസ്കാരത്തിലെ ഖുശൂ മുതൽ എല്ലാത്തിൻ്റെയും ഒരു കാരണം അള്ളാഹിനെ കുറിച്ചുള്ള അറിവ്. അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് തന്നെ പറയുന്ന ഇങ്ങനത്തെ ബേസ് അറിവുകൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങാത്തത് കൊണ്ടാണ് എന്ന് കാണാൻ കഴിയും. ഇത് ഇസ്ലാമിന്റെ 2 അടിസ്ഥാനമാണ് ഈ ആയത്തുകൾ പറയുന്നത്. ഒന്നെന്താണ്, നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു കണക്കാക്കുന്നു, പരലോകത്ത് അതിന്റെ യാഥാർത്ഥ്യം അറിയും. ഖുർആൻ ശരിക്കും നമ്മളിങ്ങനെ ഖുർആൻ ഇങ്ങനെ വായിച്ച് പഠിച്ചു പോകുമ്പം
ഖുർആൻ നമ്മുടെ മനസ്സിൽ ഒരു ലോകം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു നിലപാട്, നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേകതരം ലോകമാണ് ഖുർആൻ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. മനുഷ്യന്റെ ഒരു പ്രത്യേകത, നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ആലോചിച്ചാൽ, നമ്മളൊരു സംഭവത്തിൽ പ്രതികരിക്കുന്നത് നമ്മുടെ മനസ്സിൽ അതിന് ബേസ് ആയിട്ടുള്ള ഒരു ലോകമുണ്ട്. എന്തൊക്കെയാണ്? നമ്മളെ കുറിച്ചൊരു അറിവുണ്ട്. നമുക്ക് എത്രത്തോളം അറിവുണ്ട്, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, നമ്മൾ എന്താണ് നമ്മുടെ പൊസിഷൻ, നമ്മൾ മകനാണോ ഉപ്പയാണോ, നമ്മളെ കമ്പനിയിലാണെങ്കിൽ നമ്മൾ ജോലിക്കാരനാണോ മുതലാളിയാണോ, നമുക്ക് ശമ്പളം കിട്ടേണ്ടത് ഇവിടുന്നാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ഒരു ലോകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സമയത്ത് നമ്മൾ നിലപാടെടുക്കുന്നത് ഇതൊക്കെ വെച്ചുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഖത്തറിൽ നിന്നുകൊണ്ടാണ് നിലപാടെടുക്കുന്നതെങ്കിൽ ഖത്തറിലെ നിയമങ്ങൾ, ഇവിടുത്തെ ശിക്ഷാ നിയമങ്ങൾ, ഇന്ത്യയിലാണെങ്കിൽ ഓരോ സ്ഥലത്തിരുന്നു കൊണ്ടും നമ്മൾ നിലപാടെടുക്കുന്നത് നമ്മളെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലോകവുമായി ബന്ധപ്പെട്ടാണ്. ഖുർആൻ ശ്രമിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഒരു കൃത്യമായിട്ടൊരു ലോകം ഉണ്ടാക്കാൻ. ആ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു എല്ലായിടത്തുമുള്ള ഒരു ലോകമാണ്. ഈ ലോകം നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുക നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ. എത്രത്തോളം ലാഘവത്തിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയുന്നു, നമുക്ക് എത്രത്തോളം ലാഘവത്തിൽ ഇസ്ലാമിന് എതിരായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ കഴിയുന്നു, നമുക്ക് എത്രത്തോളം ലാഘവത്തിൽ നമസ്കാരം മിസ്സാക്കാൻ കഴിയുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിലുള്ളൊരു ലോകം ഖുർആൻ പറഞ്ഞ ഈ ലോകമായിട്ടില്ല എന്ന് മനസ്സിലാവും. ഖുർആൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ലോകം അള്ളാഹു എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഒരു ലോകമാണോ നമ്മളെ മനസ്സിലുള്ള? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും അള്ളാഹ് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ലോകം. നമ്മൾ നമസ്കരിക്കുമ്പം സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ടു മുന്നിൽ അള്ളാഹു ഉണ്ട് എന്ന സുജൂദും അതല്ലാത്ത സുജൂദും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? രണ്ടും വേറെ തന്നെ ഒരു സംഭവമായിരിക്കും. അപ്പൊ ഖുർആൻ ശ്രമിക്കുന്ന ഇതാണ്. രണ്ട്, അകവും പുറവും അള്ളാഹു അറിയുന്ന ഒരു ലോകം. നമ്മൾ ചിന്തിക്കുന്നത് പോലും, നമ്മുടെ ഉള്ളിലെ ചെറിയ ചിന്ത പോലും അള്ളാഹ് അറിയുന്ന ഒരു മനസ്സ്. ആ മനസ്സുള്ളവനും അതില്ലാത്തവനും എന്തായിരിക്കും? രണ്ടും രണ്ട് തരമായിരിക്കും. എല്ലാം കണക്കാക്കപ്പെടുന്ന ലോകം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്ന നിമിഷങ്ങൾ, നമ്മൾ നടന്ന നിമിഷങ്ങൾ, നമ്മൾ ഓരോ സ്ഥലത്തും ഓരോന്നും ചെയ്ത നിമിഷങ്ങൾ, അതൊക്കെ കൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ലോകം. ഇത് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ കമ്പനീൻ്റെ സാധാരണ ടൈം കഴിഞ്ഞിട്ട് ഓവർ ടൈം കിട്ടുന്ന ആളാണെങ്കിൽ, ഈ ഓവർ ടൈമിൻ്റെ സമയം ഓരോ സമയവും നമ്മൾ പ്രത്യേകം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കോറിയിടും. കാരണം മറ്റേത് ഓട്ടോമാറ്റിക് ശമ്പളം കിട്ടുന്നതാണ്. ഓവർ ടൈമിൻ്റെ ഓരോ നിമിഷവും കോറിയിടുന്നത് ആ ഓരോ നിമിഷത്തിനും നമുക്ക് എക്സ്ട്രാ പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇനി നിങ്ങൾ വളരെ ലേറ്റ് ആയിക്കൊണ്ട് എയർപോർട്ടിൽ ഫ്ലൈറ്റിന് വേണ്ടി ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ പോവുകയാണ്, കാറിൽ പോവാണ്. ആ കാറിൽ പോകുന്ന എയർപോർട്ട് എത്തുന്നവരെയുള്ള ഓരോ നിമിഷവും നമുക്ക് നമ്മുടെ മനസ്സിൽ കണക്കാക്കപ്പെടുന്നതായിട്ടാണ് കാണുക. ഓരോ 5 മിനിറ്റും ഓരോ ലൈറ്റിൽ നിൽക്കുമ്പോഴും നമുക്ക് ബേജാറ്. കാരണം 10 മിനിറ്റാണ് നമുക്ക് അവിടെ എത്താനുള്ളത്. അതിൽ ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ള ഒരു മനസ്സുള്ള ഒരാളും അതല്ലാത്ത ആളും എന്തുണ്ടാവും? വളരെ വ്യത്യാസമായിരിക്കും എന്നുള്ളതാണ്. ഖുർആനിൽ അള്ളാഹു നമ്മുടെ ഏറ്റവും അടുത്ത് ഈ ലോകത്ത് നമ്മുടെ ഓരോ നിമിഷത്തിലും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നിരന്തരം ഖുർആൻ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ ഒരായത്താണ് ഇന്നത്തെ ആയത്ത്. ഇന്നത്തെ ആയത്ത് വളരെ സുന്ദരമായിട്ടുള്ള ആയത്താണ്. ഏത് ചെറിയ കുട്ടിക്കും അള്ളാഹ് എവിടെയാണ്, അള്ളാഹ് എത്രത്തോളം അടുത്താണ് എന്ന് അള്ളാഹു ഇത്രയും സിമ്പിൾ, ഇതിലും സിമ്പിളായിട്ട് പറയാൻ കഴിയില്ല. എന്താ അള്ളാഹ് പറയുന്നത്? നിങ്ങൾ 2 പേര് രഹസ്യം പറയുമ്പം മൂന്നാമനായി ഞാൻ അവിടെ ഉണ്ട് എന്നാണ്. ഇതിലും സിമ്പിളായിട്ട് പറയാൻ കഴിയില്ല. കാരണം രഹസ്യം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വേറെ ആരും അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കതിനെ രഹസ്യമായിട്ട് തോന്നുന്നത്. നമ്മളിങ്ങനെ വളരെ മെല്ലെ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട്. അള്ളാഹ് പറയുന്നത് നിങ്ങൾ 2 ആൾ രഹസ്യം പറയുമ്പം മൂന്നാമതായി ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിലപ്പുറം അള്ളാഹ് എവിടെയാണ് എന്ന് പറഞ്ഞു തരാൻ കഴിയുകയില്ല. രണ്ടാമത് സൂറ ബഖറയിലെ ആയത്താണ്. കുറേ ആയത്തുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു 4-5 ആയത്ത് പറയാം. സൂറ ബഖറയിൽ ഈ ആയത്ത് ഖുർആനിലെ എല്ലാ ആയത്തുകളും സുന്ദരമായ ആയത്തുകളാണ്. ഖുർആനിലെ വളരെ സുന്ദരമായിട്ടുള്ള ആയത്തുകളിൽ ഒന്നാണ് ഈ ആയത്ത്. ബഖറയിലെ 115-ാമത്തെ ആയത്തിൽ വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, അള്ളാഹിൻ്റെതാണ് ഈ ലോകത്തിലെ എല്ലാ ദിശകളും. ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. എന്ത് പ്രയോഗാന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ അള്ളാഹിൻ്റെ മുഖം കണ്ടെത്താം എന്നാണ്. നിങ്ങൾ എവിടെ തിരിഞ്ഞാലും
അവിടെ നമുക്ക് അള്ളാഹിൻ്റെ മുഖം കണ്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഇത്രത്തോളം ഡീപ്പായിട്ട് അള്ളാഹിൻ്റെ ഒരു പ്രസൻസ്, അള്ളാഹിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കുന്ന മനസ്സാണോ നമ്മുടേത് എന്ന് ആലോചിച്ച് നോക്കുക. എവിടെ തിരിഞ്ഞാലും അള്ളാഹിനെ കാണുന്ന ഇത്. ഇന്നല്ലാഹു വാസിയുൻ അലീം. മൂന്നാമത്തെ ആയത്ത് സൂറ ബഖറയിലെ നമുക്ക് അറിയാവുന്ന ആയത്തായിരിക്കും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നുള്ളതാണ്. എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ ചോദിച്ചാൽ അവരോട് പറയണം ഞാൻ അവരുടെ വളരെ അടുത്തുണ്ട് എന്നുള്ളത്. ഇത് മൂന്നാമത്തെ ആയത്താണ്. ഞാൻ അവരുടെ വളരെ അടുത്തുണ്ട്. സൂറ സഫിൽ 16-ാമത്തെ ആയത്തിൽ വലഖദ് ഖലഖ്നൽ ഇൻസാൻ, നാമാണ് എന്ത് ചെയ്തത്, മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുസ്വിസു ബിഹി നഫ്സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുസ്വിസു, വസ്വസ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്വസ എന്ന് പറഞ്ഞാൽ വിസ്പേഴ്സ് ആണ്, മർമ്മരങ്ങൾ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ചെറിയ ചെറിയ മർമ്മരങ്ങൾ പോലും അള്ളാഹ്ക്ക് അറിയാം. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ഹബിലിൽ വരീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ള ഒരു വെയിനെ കുറിച്ചാണ് ഹബിലിൽ വരീദ് എന്ന് പറയാം. ഈ ഹബിലിൽ വരീദിനേക്കാൾ അടുത്താണ് ഞാൻ അവരുടേത് എന്ന് അള്ളാഹ് പറയുന്നു. അപ്പൊ അള്ളാഹ് എവിടെയാണ്? അള്ളാഹ് എവിടെയാണ്? അള്ളാഹിന്റെ പ്രസൻസ് എവിടെയാണ് എന്നുള്ളതാണ്. അഞ്ചാമത്തത് സൂറ വാഖിയയിലെ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകില്ലാ തുബ്സിറൂൻ എന്നാണ്. അള്ളാഹു എന്തുണ്ട്? അവരുടെ അത്രയും അടുത്തുണ്ട്, പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഒരു പ്രശ്നം. അള്ളാഹിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത്. സൂറ അൻഫാലില് വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, കുറെ കൂടെ ഡീപ്പാണ്. ഒരു മനുഷ്യനും അവന്റെ ഹൃദയത്തിനും ഇടയിൽ അള്ളാഹ് ഉണ്ട് എന്നാണ്. അപ്പൊ എവിടെയൊക്കെയാണ് അള്ളാഹ് ഉള്ളത്? അള്ളാഹ് നമ്മൾ രഹസ്യമായി സംസാരിക്കുമ്പോൾ അടുത്തുണ്ട്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അള്ളാഹിന്റെ മുഖമുണ്ട്. അള്ളാഹിനെ കുറിച്ച് ചോദിച്ചാൽ അവൻ കരീബാണ്. നമ്മുടെ ഹൃദയത്തിന്റെ മർമ്മരങ്ങൾ അറിയുന്നത്ര അടുത്ത് അവനുണ്ട്. നമ്മുടെ ഹബിലിൽ വരീദിന്റെ അടുത്ത് അവനുണ്ട്. നമ്മളും നമ്മുടെ ഹൃദയത്തിനിടയിലും അള്ളാഹുണ്ട്. അപ്പൊ അള്ളാഹ് എവിടെയാണ് എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളും എൻ്റെയും ഇടയിൽ നിങ്ങളെക്കാൾ അടുത്ത് അള്ളയാണ് നമ്മളടുത്ത്. ഇങ്ങനെ ബോധമുള്ള ഒരാളും ബോധമില്ലാത്ത ഒരാളെയും ജീവിതങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയോ ഈ സാധനം കൃത്യമായിട്ട് തിരിയായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. ഇത് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരാളെയും ആശ്വാസത്തിന് തേടേണ്ടി വരില്ല. അത്രയും അടുത്ത് നമുക്ക് അള്ളാഹിനെ തേടാൻ വേണ്ടി ഒരു മുസല്ല തേടേണ്ടി വരില്ല. അള്ളാഹിനോട് പറയാൻ വേണ്ടിയിട്ട് ഒരു പള്ളി അന്വേഷിക്കേണ്ടി വരികയില്ല. സൂറ സബയില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇന്നഹു സമീഉൻ ഖരീബ്. പ്രവാചകനോട് പറയാണ് അവൻ എല്ലാം കേൾക്കുന്നവനും അടുത്തുള്ളവനും ആണ് എന്നുള്ളതാണ്. ഇനി ശരിക്കും അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഞാനിതിങ്ങനെ ഈ വിഷയം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സൂഫി ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് അള്ളാഹ് എവിടെയുണ്ട് നമുക്ക് മനസ്സിലാകാൻ നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ കുറിച്ച് ഒരിക്കലും ആലോചിക്കില്ല, കാരണം നമ്മൾ കാണാറില്ല. വളരെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ശ്വസിക്കുന്നതാണ്. പക്ഷെ വായു എവിടെയൊക്കെ ഉണ്ട്? വായു നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ വായു ഉണ്ട്. അതുപോലെയാണ് നമ്മൾ ചിന്തിക്കാറില്ല അള്ളാഹിന്റെ പ്രസൻസ്. അള്ളാഹ് എവിടെയാണ് എന്ന് നമ്മൾ കാണുന്നില്ല, പക്ഷെ അള്ളാഹ് നമുക്ക് ചുറ്റും നമ്മുടെ അടുത്തുമുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യം ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അള്ളാഹിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ലെങ്കിൽ സ്വന്തത്തോട് ചോദിക്കുക ആരാണ് അകന്നു പോയത് എന്ന്. എന്നുവെച്ചാൽ നമുക്ക് അള്ളാഹിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക ആരാണ് അകന്നു പോയത്. കാരണം അള്ളാഹ് അല്ല അകന്നു പോയത്. അള്ളാഹ് അകന്നു പോവില്ല, അള്ളാഹ് അടുത്തുണ്ട് എന്നാണ് അള്ളാഹ് പറയുന്നത്. പിന്നെ അകലുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നമസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ ഖുശൂ കൃത്യമാകാൻ വേണ്ടി പറയുന്ന ഒരു ഹദീസിൽ പറയുന്നത്, അള്ളാഹു നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ നമസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പം, അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുമ്പം അള്ളാഹ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അവനിൽ നിന്നും ശ്രദ്ധ അകറ്റുന്നത് വരെ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ അള്ളാഹു നമ്മളെ കേൾക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷെ നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ശ്രദ്ധ അകറ്റി പോകുന്നത് എന്ന് കാണാൻ പറ്റും. ഈ ഒരു ലോകം നമ്മുടെ ഉള്ളിൽ ആയിക്കഴിഞ്ഞാൽ, ഈ ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലായിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം കാഴ്ചപ്പാടും നിലപാടുകളൊക്കെ മാറും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ര നല്ല ഉദാഹരണമല്ല,
ഇന്നത്തെ കാലഘട്ടം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാസ് സർവേലൻസ് ആണ്. മാസ് സർവേലൻസ് എന്ന് വെച്ചാൽ എവിടെ പോയാലും നമ്മളൊരു സർവേലൻസിൻ്റെ ഉള്ളിലാണ്. നമ്മളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ഡാറ്റയും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാർ എടുത്തു പോയ ഓരോ ക്യാമറകളും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്ത ഓരോ സ്ഥലത്തും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ നമ്മളെ ജീവിതം എങ്ങനെയാണ് എന്നാലും നമ്മളൊരു കുറേ ക്യാമറ ഉള്ള റോഡിൽ ഓടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ ലോകത്തിലെ ജീവിതം ഒരു നല്ല ഉദാഹരണമല്ലെങ്കിലും ഇതിൻ്റെ ഒരു ഏകദേശം നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യര് സർവേലൻസിലുള്ള മനുഷ്യരെ നിരീക്ഷിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളുള്ളത്. ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അക്കൗണ്ടുകളും നിരീക്ഷിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഈ നിരീക്ഷണത്തിന്റെയും അള്ളാന്റെ നിരീക്ഷണത്തിന്റെയും വ്യത്യാസം എന്താണ് വ്യത്യാസം? അത് ഉദ്ദേശമാണ്, മോട്ടീവാണ്. മനുഷ്യനെ നിരീക്ഷിക്കുന്നത് അവന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു പേഴ്സണൽ ഡാറ്റ ഒരാൾ നിരീക്ഷിക്കുന്നത്, ഒരു ഗവൺമെന്റ് നിരീക്ഷിക്കുന്നത് അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുമ്പം എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരു രക്ഷിതാവായിട്ടാണ് അള്ളാഹു നിരീക്ഷിക്കുന്നത്. അള്ളാഹ് സൃഷ്ടിച്ച ആ സൃഷ്ടിയോടുള്ള സ്നേഹത്തിൽ അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിരീക്ഷണമാണ് എന്ത് ചെയ്യുന്നത്. രണ്ട് നിരീക്ഷണത്തിന്റെ വ്യത്യാസം എന്താണ്? മോട്ടീവാണ്, ഉദ്ദേശ ലക്ഷ്യമാണ്. അതേപോലെ തന്നെ ഇതില് ഈ മാസ് സർവൈലൻസിനെ കുറിച്ച് ലോകത്ത് ധാരാളം നമുക്ക് അത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് പലപ്പോഴും അറിയാം, നമ്മൾ എന്തിനെക്കുറിച്ച് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചാൽ, നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അതിന്റെ പരസ്യം വരും, ഗൂഗിൾ തുറക്കുമ്പോൾ അതിന്റെ പരസ്യം വരും, യൂട്യൂബിൽ ആദ്യത്തെ 2 ലെറ്റർ അടിച്ചാൽ തന്നെ ആ സാധനം. ഇപ്പം ഒരു ഫ്രിഡ്ജ് ആണെങ്കിൽ നമ്മളൊരു യൂറോപ്പിൽ വിസിറ്റ് പോവുകയാണെങ്കിൽ ആ സാധനങ്ങൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് വരും. കാരണം നമ്മളെ ഡാറ്റ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. ഇത് കാരണം മനുഷ്യനുണ്ടാകുന്ന ധാരാളം മാനസിക സമ്മർദ്ദം. ഇതിനെക്കുറിച്ച് പഠിച്ച ക്രിസോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പറയുന്നത്, ഒരു എലിക്കുഞ്ഞിനെ വെച്ചുകൊണ്ട് നടത്തിയ നിരീക്ഷണത്തിൽ എലിക്കുഞ്ഞിനെ അതിനെ തിന്നാൻ പോകുന്ന ഒരു വേട്ടക്കാരൻ, എന്നുവെച്ചാൽ എലിനെ തിന്നാൻ പോകുന്ന ഒരു പൂച്ചയോ ഏതെങ്കിലും ഒരു വേട്ടക്കാരനെ വെച്ചുകൊണ്ട് എലിനെ നിരീക്ഷിക്കുമ്പോഴും അതിൻ്റെ അമ്മയെ വെച്ചുകൊണ്ട് നിരീക്ഷിക്കുമ്പോഴും എലിയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമാണ് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത്. ഒരു വേട്ടക്കാരൻ നിരീക്ഷിക്കുമ്പം അതെങ്ങനെ ആകെക്കൂടെ ബേജാറായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെക്കൂടെ വിഭ്രാന്തമായിട്ട് ഓടുകയാണ്. അതിൻ്റെ അമ്മ നിരീക്ഷിക്കുമ്പം അത് സുരക്ഷിതത്വം അനുഭവിക്കുകയാണ്. ആകെക്കൂടെ അതിൻ്റെ എല്ലാ തരത്തിലും എന്ത് ചെയ്യാണ്? സമാധാനവും സുരക്ഷിതത്വവും എലി അനുഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഞാനിത് പറയാൻ കാരണം, ഒരു ക്യാമറന്റെ ഉള്ളിലുള്ള നിരീക്ഷണത്തിൽ, മനുഷ്യന്റെ നിരീക്ഷണത്തിൽ നമ്മൾ നിൽക്കുന്നതും അള്ളാന്റെ നിരീക്ഷണത്തിൽ നിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മനുഷ്യൻ നിരീക്ഷിക്കുമ്പം മനുഷ്യനുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്ന ഒന്ന് സംഭവിക്കുന്നത് വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ്. ഇഷ്ടമില്ലാതെയാണ് എന്ത് ചെയ്യുക ആൾക്കാർ. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ട്രാഫിക്കിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാതെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. അത് മനുഷ്യനെ നിരീക്ഷിക്കുമ്പോൾ ഇഷ്ടമില്ലാതെയാണ് മനുഷ്യൻ അതിന് നിന്നു കൊടുക്കുക. പക്ഷെ അള്ളാന്റെ നിരീക്ഷണം നമുക്ക് ഇഷ്ടമാകും. കാരണം എന്താണ്? ആ നിരീക്ഷണത്തിന് നമ്മൾ നിന്നു കൊടുക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? വിജയിക്കാൻ കഴിയുള്ളൂ. രണ്ടാമത്, മനുഷ്യനെ നിരീക്ഷിക്കുമ്പോൾ സംഭവിക്കുക ചുളിവുകൾ നോക്കാൻ ശ്രമിക്കും. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 80 സ്പീഡ് ലിമിറ്റുള്ള ക്യാമറ ഉള്ള സ്ഥലം നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യും? അതുവരെ 100-ൽ പോയിട്ട് അവിടുന്ന് എന്ത് ചെയ്യും? മെല്ലെ 80-ൽ പോയിട്ട് പിന്നെ എന്ത് ചെയ്യും? നമ്മൾ മനുഷ്യനെ നിരീക്ഷിക്കുമ്പോൾ എപ്പോഴും ചുളിവ് നോക്കിയിട്ട് ആ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക? രക്ഷപ്പെടാനാണ് നോക്കുക. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധ്യമല്ല. ഒന്നാമത് സാധ്യമല്ല. കാരണം എന്താണ്? ഉള്ളും പുറവും അറിയുന്നവനാണ്, എല്ലാ നിമിഷത്തിലും നിരീക്ഷിക്കുന്നവനാണ്, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടി അറിയുന്നവനാണ് എന്നുള്ളതാണ്. അള്ളാഹിന്റെ നിരീക്ഷണം നമ്മളിൽ സ്നേഹവും ആത്മവിശ്വാസവുമാണ് ഉണ്ടാക്കുക എന്നതിന് ഉദാഹരണമായിട്ട് ഖുർആനിൽ നിങ്ങൾക്ക് സൂറ മുസ്സമ്മിൽ വായിക്കുമ്പോൾ, സൂറ മുസ്സമ്മിലിന്റെ തുടക്കത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തഹജ്ജുദ് എന്ന് വെച്ചാൽ രാത്രി നമസ്കാരം ഏകദേശം നിർബന്ധ സ്വഭാവത്തിൽ അള്ളാഹു പ്രവാചകനോട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമസ്കരിക്കണം എന്നുള്ളത്.
അപ്പൊ അവരത് നമസ്കരിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ എത്ര നമസ്കരിക്കണം, എത്ര നമസ്കരിച്ചാലാണ് അള്ളാഹ്ക്ക് തൃപ്തിയാകുക എന്ന കൺഫ്യൂഷൻ വരുമ്പം 20-ാമത്തെ ആയത്തിൽ അത് പറഞ്ഞതിന് തൊട്ടുടനെ അള്ളാഹു പറയുന്നത് അലിമ അല്ലൻ തുഹ്സൂഹു ഫതാബ അലൈക്കും എന്നാണ്. ഇവിടെ ഉപയോഗിച്ച അതേ പദമാണ്. അലിമ അല്ലം തുഹ്സൂഹു, നിനക്ക് കണക്കാക്കാൻ കഴിയുകയില്ല എന്ന് എനിക്കറിയാം. ഫതാബ അലൈക്കും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, പുറത്തു നിന്നിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ് ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ, നിനക്ക് എത്രയാണോ ഖുർആനിൽ നിന്നും എളുപ്പമായത് അത്ര ഓതിയാൽ മതി. ഇതാണ് അള്ളാഹിന്റെ നിരീക്ഷണത്തിന്റെ സ്വഭാവം. അള്ളാഹ് നിരീക്ഷിക്കുമ്പം അള്ളാഹ് പറയുന്നത് നിനക്ക് എത്രയാണോ കഴിയുന്നത് അത്ര ചെയ്താൽ മതി, നിനക്ക് ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം എന്ന് പറയുന്ന നിരീക്ഷകനാണ് അള്ളാഹു എന്ന് കാണാൻ പറ്റും. ഇനി പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അള്ളാഹിന്റെ അടുപ്പം എത്രത്തോളം പിന്നെ ആത്മവിശ്വാസവും സ്നേഹമാണ് ഉണ്ടാക്കുക എന്നുള്ളതിന് ചരിത്രത്തിൽ നിന്നും 2 സംഭവങ്ങൾ ഖുർആനിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് നമുക്ക് അറിയുന്നതാണ്, ഏതാണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ഗുഹയിൽ അകപ്പെട്ടപ്പം പ്രവാചകൻ അബൂബക്കറിനോട് എന്താ പറയുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന എന്നാണ്. വിഷമിക്കണ്ട, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ്. അള്ളാഹ് കൂടെ ഉണ്ട് എന്നത് ആത്മവിശ്വാസമായിട്ടാണ് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാം ഫിർഔന്റെ അടുത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഫിർഔനുമായിട്ടുള്ള ആ ഒരു സംഘടനത്തിന്റെ ഇടയിൽ സ്വന്തം നാട്ടുകാരോട് പറയുന്നത് ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ എന്നാണ്. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എന്നെ വഴികാട്ടിക്കൊള്ളും എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹ് ഏറ്റവും അടുത്തുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ തരുന്നത്? ആത്മവിശ്വാസമാണ് തരുന്നത് എന്ന് കാണാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ വിഷയം. നമ്മൾ ആയത്തിലേക്ക് വന്നാൽ അള്ളാഹു പറയുന്ന ഒരു വിഷയം അഹ്സാഹുല്ലാഹു വനസൂ എന്നാണ്. അള്ളാഹു എല്ലാം കണക്കാക്കുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറന്നു പോകുന്നു. നമ്മൾ മറന്നു പോയതും കൂടി അള്ളാഹ് എന്ത് ചെയ്യും? പരലോകത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ ഒരു പ്രയോഗത്തിൽ മനുഷ്യന്റെ എല്ലാ മാനസികാവസ്ഥയും പറയും. മനുഷ്യന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് യാഥാർത്ഥ്യം അറിയുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ളൊരു ലോകം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. എന്ന് പറഞ്ഞാല് നമുക്കറിയാം അള്ളാഹ് ഉണ്ട് എന്നുള്ളത്, അള്ളാഹ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്, പരലോകം ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള വേറൊരു ലോകം എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. അതാണ് അഹ്സാഹുല്ലാഹു വനസൂഹു. നമ്മളൊരു പ്രശ്നം ഇതാണ്. നമ്മൾ കുറേ കാലം ഭയങ്കര പ്രശ്നമുള്ളൊരിടത്തും ജീവിച്ചാലും, ഇപ്പൊ ഒരു ഭയങ്കര യുദ്ധമുള്ളൊരു സ്ഥലത്ത് ജീവിച്ചാലും മനുഷ്യൻ എന്താ ചെയ്യുക? ആദ്യമൊക്കെ ഭയങ്കര ഭീതിയായിരിക്കും. പിന്നെ എന്ത് ചെയ്യും? അവൻ തന്നെ അവന് കംഫേർട്ടുള്ള വേറൊരു ലോകം എന്ത് ചെയ്യും? മനസ്സിലുള്ള കുഴപ്പമില്ല, ഇത്രയൊക്കെ ഭക്ഷണം കിട്ടുള്ളൂ, ഇത്രയൊക്കെ നമുക്ക് കിട്ടുള്ളൂ, ഇത്രയൊക്കെ സുരക്ഷിതത്വമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ എന്ത് ചെയ്യും? ഒരു കംഫേർട്ട് സോണിലേക്ക് പോകും. അള്ളാഹിനെ കുറിച്ചും നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്. നമുക്കറിയാം എന്ത്? നമ്മൾ സുബഹിക്ക് പോകുന്നില്ല എന്നുള്ളത്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പം നമ്മളെ അടുത്ത് അള്ളാഹ് ഉണ്ട്. നമ്മൾ പോകാതെ ഇരിക്കുന്നത് അള്ളാഹ് കണക്കാക്കുന്നുണ്ട്. നമ്മൾ ഒരാളോട് അസൂയ കാണിക്കുമ്പം, നമ്മൾ ഒരാളെ കുറിച്ച് പരദൂഷണം പറയുമ്പോൾ, നമ്മൾ ഒരാളോട് സാമ്പത്തിക തട്ടിപ്പ് നടത്തുമ്പം, ആ തട്ടിപ്പ് നടത്തുന്ന സമയത്ത് മുസ്ലിമായ എനിക്ക് അറിയാം എന്ത്? അള്ളാഹ് ഉണ്ട്, അള്ളാഹ് കണക്കാക്കും, അള്ളാഹ് നാളെ പറഞ്ഞു തരും. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ ആ കുഴപ്പമില്ല, നാളെ നന്നാ, ഒരു ഹജ്ജൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ലോകം എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും എന്നതിനെ കുറിച്ചാണ് അള്ളാഹു അഹ്സാഹുല്ലാഹു വനസൂഹു. ഇത് നമുക്ക് പറഞ്ഞു തരുന്ന പിന്നെ ഖുർആന്റെ വേറൊരു സവിശേഷത എന്ന് വെച്ചാൽ, ഖുർആൻ പരലോകത്തിനെ കുറിച്ച് പറയുന്ന രംഗങ്ങളില് നമ്മുടെ വിചാരണ നടക്കുമ്പം നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് പറയുമെന്ത്? ഞാൻ നരകത്തിൽ പോകേണ്ടവനാണ്, നമ്മൾ തന്നെ ഷഹീദായിരിക്കും എന്നാണ്. ഷഹീദ് എന്ന് പറഞ്ഞാൽ സാക്ഷിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മറന്നാലും ഓരോ പ്രവർത്തനവും നമ്മൾ തന്നെ എന്താണ്? സാക്ഷിയാണ്. ഇത് നമ്മൾ പറയുന്ന ഒരു സൂറത്താണ് സൂറ ആദിയാത്ത്. നമുക്ക് കാണാതെ അറിയാണ്. സൂറ ആദിയാത്തിൽ എന്താ പറയുന്നത്? ഇത് ഭയങ്കര മൂർച്ചയുള്ള പ്രയോഗമാണ്. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ അവന്റെ നാഥനോട് നന്ദി കേട് കാണിക്കുന്നവനാണ്. പിന്നെയുള്ള പ്രയോഗം എന്താണ്? വ ഇന്നഹു അലാ ദാലിക ലഷഹീദ് എന്നാണ്. അവൻ തന്നെ അതിന് സാക്ഷിയാണ് എന്നാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ അവന്റെ നാഥനോട് നന്ദി കേട് കാണിക്കുന്നു, അവൻ തന്നെ എന്താണ്? അതിന് സാക്ഷിയാണെന്നുള്ളതാണ്. ഇതാണ് നമ്മള് മറന്നാലുമുള്ള പ്രശ്നം, നമ്മൾ തന്നെ അതിന് സാക്ഷിയാണ് എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു അതിന്റെ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? അല്ല, അത് കാരണമായിട്ട് പറയുന്നത് എന്താണ്? അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ സാക്ഷിയായിട്ടും അവന് ഗൗരവം വരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കംഫർട്ട് സോൺ ഇഷ്ടമാണ്. ഹുബിൽ ഹൈർ,
ഖൈർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും അവന് സുഖമുള്ള ഖൈർ ആണ് അവനെന്ത് ഇഷ്ടം. എന്നിട്ട് അതിന്റെ മെഡിസിൻ ആയിട്ട് അള്ളാഹ് പറയുന്നത് അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, അവൻ അറിയുന്നില്ലേ നാളെ അവനെ പിന്നെ ഖബറിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുള്ളത്. എന്ന് മാത്രമല്ല പരലോകത്തിൽ നിങ്ങൾ പിന്നെ പരലോകത്തിന്റെ വിവരണം ഈ നമ്മളെന്തുകൊണ്ടാണ് നന്നാകത്തെന്ന് നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും പരലോകത്തിന്റെ വിവരണം കേൾക്കുമ്പോൾ. പരലോകത്തിന്റെ വിവരണം ഇങ്ങനെ പറഞ്ഞു അള്ളാഹ് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കാലും തൊലിയും കണ്ണും തന്നെ നമ്മളോട് പറയുന്നുണ്ട് നീ ഇതൊക്കെ ചെയ്തിരുന്നില്ലേ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഷഹീദ അവിടെ ഉപയോഗിക്കുന്നത് ഷഹീദാനാണ്. ഷഹീദ അലൈഹിം സംഉഹും വ അബ്സാറുഹും വ ജുലൂദുഹും. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഷഹീദ അലൈഹിം പരലോകത്ത് സാക്ഷ്യം വഹിക്കും. ആരാണ്? അള്ളയും മലക്കുകളൊന്നുമല്ല. ഷഹീദ അലൈഹിം സംഉഹും അവന്റെ കാത് ഇന്നതൊക്കെ കേട്ടിരുന്നു, ഇവനുണ്ടല്ലോ ഇന്നതൊക്കെ കേട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് കാത് സാക്ഷ്യം വഹിക്കും. വ അബ്സാറുഹും കണ്ണ്, വ ജുലൂദുഹും തൊലി. പിന്നെ ഇതിലപ്പുറം ഒന്നും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ ആയത്തിന് തൊട്ടുടനെ ഈ മഹ്ശറയിൽ നമ്മളെ തൊലിനോട് ചോദിക്കും നീ എന്തിനാണ് എനിക്കെതിരെ സാക്ഷ്യം വഹിച്ചത് എന്ന് തൊലിനോട് ചോദിക്കും. അപ്പം ഇങ്ങനൊരു ലോകത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് ഖുർആൻ നമ്മളെ റിമൈൻഡ് ചെയ്യാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളേതായ ലോകം ഉണ്ടാക്കുകയാണ്. അത് പൊളിക്കുക എന്നുള്ളതും കൂടി എന്താണ് ഈ ആയത്തിന്റെ ലക്ഷ്യമാണ്. നമ്മൾ ആയത്തിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ ഖുർആന്റെ മറ്റൊരു ശൈലി ഞാൻ പറഞ്ഞു, അലം തറ അന്നല്ലാഹ എന്നാണ് 7ാമത്തെ ആയത്തിൽ അള്ളാഹ് ചോദിക്കുന്നത്. എന്ന് വെച്ചാല് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് തേർഡ് പേഴ്സണെ കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാഹ് പറയാണെന്ത്, നിനക്കറിഞ്ഞൂടെ അള്ളാഹ്ക്ക് എല്ലാം അറിയാം എന്നുള്ളത്. ഇത് ഖുർആന്റെ നമ്മുടെ മനസ്സിൽ തട്ടിക്കാനുള്ള ഒരു രൂപമാണ്. ഇതിന്റെ ഉത്തരം എന്താണ്? ഇതൊരു ചോദ്യമാണ്. അലം തറ അന്നല്ലാഹ്, നിനക്കറിയില്ലേ അള്ളാഹ്ക്ക് എല്ലാം അറിയാം എന്ന ചോദ്യം പെട്ടെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? അതേ പടച്ചവനെ ഇത് എനിക്കറിയാം എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ അള്ളാഹിന്റെ അറിവിനെ നമ്മളെ കൊണ്ട് തന്നെ പറയിക്കുന്ന ഒരു ശൈലിയാണ് അള്ളാഹു അവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ആയത്തിന്റെ അവസാനത്തെ വിഷയം എന്ന് പറയുന്നത് ഫയുനബ്ബിഉഹും ബിമാ അമിലു എന്നാണ്. ഇത് തന്നെ വേണമെങ്കിൽ ഒരു പിന്നെ കുറേ നേരം സംസാരിക്കാനുള്ള, കുറേ നേരം ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ്. എന്താണ് അള്ളാഹ് പറയുന്നത്? ഫയുനബ്ബിഉഹും, അള്ളാഹു നമുക്ക് വിവരിച്ചു തരും നമ്മൾ പ്രവർത്തിച്ച ഓരോന്നും. നിങ്ങൾ ആ നിമിഷത്തെക്കുറിച്ച് മാത്രം ആലോചിച്ച് നോക്കുക. നമ്മൾ പലപ്പോഴും ഖുർആൻ ഓതുമ്പം ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓതിപ്പോവാണ് ചെയ്യുക. നമുക്ക് ശരിക്കും നന്നാവാൻ 1-2 ഖുർആൻ ആയത്ത് മതി. ആ ഖുർആൻ ആയത്ത് മനസ്സിരുത്തിയിട്ട് ആ പറയുന്നത് മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹിന്റെ മുന്നിൽ നമ്മളുണ്ട്. ഓക്കെ, നമ്മൾ മരിച്ചുപോയി, ഏത് നിമിഷവും മരിക്കാവുന്നതാണ്. നമ്മൾ മരിച്ചു. നമ്മളിങ്ങനെ അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് നമുക്ക് വിവരിച്ചു തരികയാണ്, നീ 26-ാം വയസ്സിൽ ഇന്നത് ചെയ്തത്, നീ ഈ നമസ്കാരം മുടക്കിയത്, നീ ഇന്ന ആളെ കുറിച്ച് ഇന്നത് ചെയ്ത്. ആലോചിച്ച് നോക്കുക ആ രംഗം, ആ രംഗത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. അതാണ് അള്ളാഹ് പറയുന്നത് ഫയുനബ്ബിഉഹും ബിമാ അമിലു എന്നുള്ളത്. അള്ളാഹിന്റെ സാന്നിധ്യം ഞാൻ നേരത്തെ പറഞ്ഞു. അള്ളാഹിന്റെ ആ സാന്നിധ്യം നമുക്ക് വല്ലാത്ത ആശ്വാസവും സ്നേഹവും തരും. കാരണം നമുക്കെല്ലാം തുറന്ന് പറയാൻ മാത്രം അവൻ അടുത്തുണ്ട് എന്നുള്ളത്. അതേസമയം തന്നെ അള്ളാഹിന്റെ സാന്നിധ്യം നമുക്ക് തരേണ്ടുന്ന ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാഗ്രതയാണ്. കാരണം അള്ളാഹ് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ആ നിരീക്ഷണമൊക്കെ നമുക്ക് നാളെ പറഞ്ഞു തരുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാസ് സർവൈലൻസ് ലോകത്ത് മനുഷ്യനെ നിരീക്ഷിക്കുമ്പം അവന്റെ മനസ്സിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ ഒരു കാര്യം പറയുന്നത്, മനുഷ്യനെ വല്ലാണ്ട് നിരീക്ഷിക്കുമ്പം അവൻ ചെയ്യുന്നത് സെൽഫ് പോലീസിങ് ചെയ്യും എന്നാണ്. സെൽഫ് പോലീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോലീസൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ തന്നെ എന്ത് ചെയ്യും? നമ്മളെ കൺട്രോൾ ചെയ്യും, നമ്മളെ നിയന്ത്രിക്കും. അങ്ങനെയാണല്ലോ. ഇപ്പം ക്യാമറ വെച്ചാലുള്ള ഗുണം എന്താണ്? അവിടെ പോലീസും ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം എന്ത് ആ ക്യാമറ നോക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യും? അതിനാണ് സെൽഫ് പോലീസിങ് എന്ന് പറയാം. അള്ളാഹ് നമ്മളെ അടുത്തുണ്ട്, അള്ളാഹ് നാളെ ഇതൊക്കെ പറഞ്ഞു തരും എന്ന് നമ്മളോട് പറയുന്നത് ഏതോ ഒരു ഉസ്താദോ ഏതോ ഒരു മൗലവിയോ ആരോ വന്നിട്ട് നമ്മൾ അടിച്ച് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നമ്മുടെ അടുത്തുണ്ട് അള്ളാഹു. അള്ളാഹ് പറഞ്ഞു തരും എന്ന് അറിയുന്ന ഒരാൾക്ക് അയാൾ എന്ത് ചെയ്യും? അയാളെ നിയന്ത്രിക്കും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അള്ളാഹു എല്ലാം വിവരിക്കുന്ന ആ നിമിഷത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയേണ്ടത് എല്ലാം പ്രവർത്തിച്ചത് മാത്രമല്ല, പോസ്റ്റ് ചെയ്തത്, ഫോർവേഡ് ചെയ്തത്, ഡിലീറ്റ് ചെയ്തത്, എല്ലാം റിപ്ലൈ ചെയ്തത്, ലൈക്ക് ചെയ്തത്, ഷെയർ ചെയ്തത്, ഇതെല്ലാം വിവരിച്ചു തരുന്ന അള്ളാഹിന്റെ ആ രംഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. ഖുർആന്റെ ഒരു സൗന്ദര്യം, പിന്നെ ഖുർആൻ പരലോകത്തെക്കുറിച്ച്
പിന്നെ ഇങ്ങനെ വർണ്ണിച്ച് പലതരത്തിൽ വർണ്ണിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഇട്ട് തരാനാണ്. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, എന്ത്, നിങ്ങൾ പരലോകത്തിലെത്തും, വിചാരണ നടക്കും, നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവും, ഇത്രമാത്രം പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാഹു പല രീതിയിൽ അതിനെ വിവരിക്കുകയാണ്. വളരെ അടുത്ത് കിട്ടുന്ന ഒരു പഴം പറിക്കാൻ മാത്രം ഉണ്ടാവും, ചാരുമഞ്ചലിൽ നമ്മൾ ഇതാക്കും. ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോന്നാണ് മനസ്സിൽ തട്ടുക, നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാകാനാണ്. അതേപോലെ ഖുർആനിലെ ഒരു ശൈലി, ഒരു രംഗമാണ് മുഖഭാവം വെച്ചുകൊണ്ട് അള്ളാഹു പരലോകത്തിന്റെ ഭീതിയും സന്തോഷവും പറഞ്ഞു തരുന്ന രംഗം. മുഖഭാവം വെച്ചുകൊണ്ട് അതിലൊരു രംഗമാണ് സൂറ അബസയില് വുജൂഹു യൗമ ഇദിൻ മുസ്ഫിറ എന്നാണ് പറയുന്നത്. വുജൂഹു യൗമ ഇദിൻ മുസ്ഫിറ എന്താ അവിടെ പറയുന്നത്? ആ നാളിൽ ചിലവരുടെ മുഖം പ്രകാശിതമാകും എന്നാണ്. ഇത്രയൊക്കെ വിവരിക്കും. നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. എന്ന് വെച്ചാൽ നമ്മളവിടെ നിൽക്കുകയാണ്, അള്ളാഹ് നമ്മുടെ കുറേ ഗുണങ്ങൾ പറയാണ്. നമ്മൾ സ്വർഗത്തിൽ പോകും, നമുക്ക് ഏകദേശം ഉറപ്പായി, നമ്മുടെ എല്ലാ ത്യാഗങ്ങളും എല്ലാം സക്സസ് ആയി. ആ നിമിഷം അള്ളാഹ് പറയുന്ന ഓരോന്നും കേൾക്കുമ്പം അയാളുടെ മുഖം മെല്ലെ പ്രകാശിതമാകും എന്നാണ് പറയുന്നത്. ഇതിലപ്പുറം ഇങ്ങനെ മുസ്ഫിറ, സഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത് വെളിവാകുന്നതിനെ കുറിച്ചാണ് സഫറ എന്ന് പറയാ. പകലിന് വേണ്ടി, പകല് ഇങ്ങനെ പ്രകാശിതമാകുന്നതിന് ഖുർആനിൽ സഫർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് മറഞ്ഞിരുന്നത്? ഭൂമിയിലെ ദുഃഖങ്ങൾ കൊണ്ട് മറഞ്ഞുപോയ സന്തോഷം. അങ്ങനെയാണ് വിശ്വാസിയായിട്ട് നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ ഗസയിലെ ജനങ്ങളെ പോലെ നമുക്ക് ദുരിതങ്ങൾ ചിലപ്പം ഉണ്ടാവും, ത്യാഗങ്ങൾ ഉണ്ടാവും, മരണങ്ങൾ ഉണ്ടാവും, പൈസ നഷ്ടം ഉണ്ടാവും. ആ സമയത്ത് ചിരിക്കാതെ പോയ ആ മുഖം അന്ന് പ്രകാശിതമാകും എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ മുഖം വെച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയാണ് ലാഹിക്കത്തും മുസ്തബ്ഷിറ. ലാഹിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ചിരിക്കും എന്നാണ്. അവർ ചിരിക്കും. മുസ്തബ്ഷിറ, അവർ സന്തോഷിക്കും. അപ്പൊ മുഖം വർണ്ണിക്കുകയാണ്. അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു തരുമ്പം റിസൾട്ട് ഓക്കെ ആണെങ്കിലും മുഖമെല്ലാം പ്രകാശിതമാകും. അവർ ചിരിക്കും, അവർ സന്തോഷിതമാകും. ഇനി അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. സൂറ ഖിയാമയിൽ അള്ളാഹ് പറയുന്നത് വുജൂഹി യൗമഇദിൻ നാളിറ, ചില മുഖങ്ങൾ പ്രകാശിതമാകും. എന്തുകൊണ്ടാണ്? ഇലാ റബ്ബിഹ നാളിറ എന്നാണ്. ഇലാ റബ്ബിഹ നാളിറ എന്ന് പറഞ്ഞാൽ അവരവരുടെ നാഥനെ നോക്കിക്കൊണ്ടിരിക്കും എന്നാണ്. അള്ളാനെ കാണുന്നത് തന്നെ നമ്മുടെ ആത്മാവിന് താങ്ങാൻ കഴിയാത്തത്ര വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ്. ആ നിമിഷത്തെ കുറിച്ച് പറയാൻ കഴിയില്ല. അള്ളാനെ കാണുന്ന ആ നിമിഷം എന്ത് ചെയ്യും? ആ മുഖങ്ങൾ പ്രകാശിതമാകും. ഇനി പരാജയപ്പെട്ടവരുടെ മുഖത്തെ കുറിച്ച് അള്ളാഹ് പറയുന്നത് എന്താണ്? വവുജൂഹു യൗമഇദിൻ അലൈഹ ഗബറ എന്നാണ്. പൊടി പുരണ്ടതായിരിക്കും എന്നാണ്. ഈ ലോകത്ത് ഒരു തരത്തിലും പൊടി പുരളാതെ ജീവിച്ചവർ, ഒരു ത്യാഗവും ചെയ്യാത്തവർ, സുഖത്തിൽ ജീവിച്ചവർ, കംഫേർട്ട് സോണിൽ ജീവിച്ചവർ, അവരുടെ മുഖത്ത് അള്ളാഹ് ഇതൊക്കെ ഓരോന്നായിട്ട് പറയുമ്പോൾ എന്താവും? അവരുടെ മുഖം ഗബറ, പൊടി പുരണ്ടത് പോലെയായിരിക്കും എന്നുള്ളതാണ് എന്ന് പറയാൻ കഴിയും. അതേപോലെ തന്നെ ഖുർആനിലെ ഈ വിഷയം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഖുർആനില് പിന്നെ ഈ നമുക്ക് വല്ലാത്ത ഹൃദയത്തിൽ തൊടുന്ന രംഗങ്ങൾ പറയുന്ന ഒന്നില് പറയുന്നത് നമുക്കതൊരു ഷോക്കിംഗ് ആയിരിക്കും എന്നാണ്. എന്ന് വെച്ചാൽ പിന്നെ ഈ ലോകത്ത് നമ്മൾ പലതും ധരിച്ചിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഒരു കൂട്ടത്തിന്റെ ഭാഗമാണ്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ മുസ്ലിമാണ്, നമ്മൾ ഉമ്മ മുസ്ലിമാണ്, ഏട്ടൻ മുസ്ലിമാണ്, ഉപ്പ മുസ്ലിമാണ്, എല്ലാവരും മുസ്ലിങ്ങളാണ്, ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ധാരണയിലുണ്ട് നമ്മൾ ഇന്ന സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. അവിടെ എത്തിയിട്ട് യാഥാർത്ഥ്യം പറയുമ്പോൾ ചില മുഖങ്ങൾ എന്ത് ചെയ്യും, ചിലവരെന്ത് ചെയ്യും, ഷോക്കായിരിക്കുമെന്ന് അള്ളാഹ് പറയുന്ന ഒരു രംഗം. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറൻ വമാ അമിലത് മിൻ സൂ. ഇത് പറഞ്ഞതിന് ശേഷം ചിലവര് തവജ്ജു ലൗ അന്ന ബൈനഹ വ ബൈനഹു അമദൻ ബഈദ എന്നാണ്. നമ്മൾ ആഗ്രഹിച്ചു പോകും നമ്മളും നമ്മുടെ അമലും തമ്മിൽ ധാരാളം ദൂരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന്, ഒന്ന് ഓടിയിരുന്നെങ്കിൽ. കാരണം നമുക്ക് പോലും വെറുപ്പ് തോന്നുന്ന അമലുകൾ, ആ അമലുകൾ നമുക്കിങ്ങനെ കാണിച്ചു തരുമ്പം അതിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്ന രംഗമാണ് അള്ളാഹു അവിടെ പറയുന്നത് വെച്ചാണ്. അപ്പം ഈ ആയത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ആയത്ത് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ നമ്മുടെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ലോകമാണ് ഉണ്ടാകേണ്ടത്. അത് കൃത്യമാകാണ്. ആ ലോകത്തിൽ ഉണ്ടാകേണ്ടത് എല്ലായിടത്തും എല്ലാ നിമിഷവും അള്ളാഹു ഉള്ളൊരു ലോകം ഉണ്ടാകുക. അള്ളാഹ് ഇതൊക്കെ നാളെ നമുക്ക് പറഞ്ഞു തരും എന്ന ബോധം ഉണ്ടാകുന്ന ഒരു മനസ്സാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് വെച്ചുകൊണ്ട് ഈ ആയത്ത് എങ്ങനെ ജീവിതത്തിൽ പകർത്താൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്
നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അള്ളാഹു ഉള്ള ഈ ലോകം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അള്ളാഹു നിരന്തരമുള്ള ഒരു ലോകം ഉറപ്പിക്കുക. അതെങ്ങനെയാ ചെയ്യാൻ കഴിയാന്ന് വെച്ച് കഴിഞ്ഞാല് അവനോട് നിരന്തരം സംവദിക്കുക. ഈ ദിക്റിന്റെ ഒരു ലോജിക്ക് അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ പഠിപ്പിച്ചു, നമ്മളത് കാണാതെ പഠിച്ചു, നമ്മളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിക്റിന്റെ ലോജിക്ക് എന്താണ്? എല്ലാ നിമിഷവും അള്ളാഹിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹ് അടുത്തുള്ളതുപോലെ ബാത്റൂമിൽ പോകുമ്പം കഴിക്കുമ്പം അള്ളാഹിനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ജീവിതശൈലി നമ്മൾ ഉണ്ടാക്കുക. രണ്ടാമത്, എല്ലാം കണക്കാക്കപ്പെടും എന്ന ജാഗ്രത ഉണ്ടാകുക എന്ത് ചെയ്യുമ്പോഴും. അപ്പൊ എന്താ ചെയ്യുക? എന്ത് ചെയ്യുമ്പോഴും 2, 3, 4 പ്രാവശ്യം ആലോചിക്കുക, ഇത് പരലോകത്തിൽ എങ്ങനെയാണ് ഇത് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്, എന്തായിട്ടാണ് ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുക, എന്തായിട്ടാണ് പരലോകത്ത് നമ്മുടെ മുന്നിൽ ഇത് വരാൻ പോകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഓരോന്നും അതനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്ലാൻ ചെയ്യുക. അള്ളാഹു നമ്മളേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവൻ അവനുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പരലോകത്ത് നമ്മൾ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റബ്ബൽ ആലമീൻ.